പാലന സഞ്ചാരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പാലന സഞ്ചാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തെക്കേ ഇന്ത്യയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ നെയ്യാറ്റിൻകര രൂപതയിലെ തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 55 വർഷങ്ങളായി നടക്കുന്ന ഈ തീർത്ഥാടനത്തിൽ കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 25 ലക്ഷത്തോളം പേരാണ് മല കയറിയത്. തിലകമായി വാഴും കുരിശേ, സഖ്യന്റെ ശിരസിന്മേൽ വാഴും കുരിശേ, ദൈവസുതന്റെ നിണമേറ്റ കുരിശേ, അണഞ്ഞിടുന്നു ഞങ്ങൾ നമിച്ചിടുന്നു. ആർഷഭാരതത്തിന്റെ മഹത്തായ സംസ്കാരത്തിന്റെ വക്താക്കളായ സത്യദർശികളായ ഋഷീശ്വരന്മാർ വാസസ്ഥലമായി കണ്ടെത്തിയത് പ്രകൃതി രമണീയവും പ്രശാന്തസുന്ദരവുമായ കാടുകളും മലകളുമായിരുന്നു. ഏകാന്തതയിൽ ധ്യാനനിമഗ്നരായിരുന്നു കൊണ്ട് കാലോചിതവും കാലാതീതവുമായ ഒട്ടനവധി സത്യങ്ങൾ അവർ കണ്ടെത്തി. പ്രശാന്തസുന്ദരവും പ്രകൃതി രമണീയവുമായ അന്തരീക്ഷം കൊണ്ട് ഋഷീശ്വരന്മാരുടെ വാസസ്ഥലങ്ങളെ അനുസ്മരിപ്പിക്കുന്ന സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തെക്കൻ കുരിശുമല സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 അടി ഉയരത്തിൽ സഹ്യാദ്രി സാനുക്കളുടെ ഗിരിശൃംഗമായ കൊണ്ടകട്ടിമല പ്രസിദ്ധമായ തെക്കൻ കുരിശുമലയായത് അരനൂറ്റാണ്ട് നീണ്ട സംഭവ ബഹുലമായ ചരിത്രത്തിലൂടെയാണ്. 1950 കാലഘട്ടങ്ങളിലാണ് കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. കോഴഞ്ചേരിക്കാരനായ ജോർജും കുടുംബവും കുരിശുമലയിൽ നെറുകയിൽ കാണപ്പെടുന്ന ഗുഹയിൽ വന്ന് താമസിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു കുരിശ് സ്ഥാപിച്ചുവെന്നാണ് പറയപ്പെടുക. അപ്രകാരം അദ്ദേഹം എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങൾ ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ മക്കളൊക്കെ വളർന്നു. അതിനുശേഷം അദ്ദേഹം താഴ്വാരത്തിലേക്ക് വരികയും ആ സ്ഥലം എസ്ത്രോൺ എന്ന മനുഷ്യന് കൈമാറുകയും ചെയ്യുന്നു. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ കുരിശുമലയുടെ നെറുകയിലെ ഭാഗങ്ങൾ അതിൻ്റെ സമ്പത്തിൽ മതിമയങ്ങിയ എസ്ത്രോൺ ജോർജ് നാട്ടപ്പെട്ടിരുന്ന കുരിശിനെ മറന്നു കളഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് തീരാരോഗവും അദ്ദേഹത്തെ കുടുംബത്തിന് അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടാകുന്നു. അപ്രകാരം തീരാരോഗത്തിൽ അകപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ മകന് പൂർണ്ണ സൗഖ്യം ലഭിക്കാതെ ഒത്തിരിയേറെ ആശുപത്രികളിൽ പോയി എങ്കിലും സൗഖ്യം ലഭിച്ചില്ല. അവസാനം ജോർജ് പ്രാർത്ഥിച്ചിരുന്ന കുരിശിൻ്റെ സമീപത്ത് പോയി അദ്ദേഹം പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ്റെ തീരാരോഗം മാറുകയും ചെയ്തു. ഇക്കാര്യം എസ്ത്രോൺ ഉണ്ടൻകോട് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛനെ അറിയിക്കുകയും അദ്ദേഹം കുറേയധികം സഹോദരങ്ങളുമായിട്ട് മലമുകളിലേക്ക് കയറുകയും വളരെ ത്യാഗത്തോടും പ്രയാസത്തോടും കൂടെ മലയിൽ എത്തുകയും 1957 മാർച്ച് മാസത്തിൽ അദ്ദേഹം അവിടെ ഒരു മരക്കുരിശ് നാട്ടുകയും ചെയ്തു. അതുവഴിയാണ് കുരിശുമലയിലേക്കുള്ള പ്രസക്തി വളർന്നത്. ധാരാളം ആൾക്കാർ പിന്നീട് കുരിശുമലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. 1980 കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പോലിത്ത റൈറ്റ് റവറൻഡ് ഡോക്ടർ ജേക്കബ് ആചാര്യപറമ്പിലാണ് കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തെ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത്. അതിലൂടെ ധാരാളം ആൾക്കാർ മലയിലേക്ക് കയറുവാൻ തുടങ്ങി. അതിനുശേഷം വളരെ പ്രശ്നസങ്കീർണമായ ഒത്തിരിയേറെ കാലഘട്ടങ്ങളിലൂടെ കുരിശുമല കടന്നുപോയി എങ്കിലും ദൈവത്തിൻ്റെ വലിയ ചൈതന്യം കുരിശുമലയ്ക്ക് എന്നും ഉണ്ടായിരുന്നു. 1985 കാലഘട്ടങ്ങളിൽ തനിക്ക് ലഭിച്ച ജോലി കിട്ടിയതിനനുസരിച്ച് സന്തോഷത്തോടുകൂടെ കുരിശുമലയിലേക്ക് കയറിയ റോബിൻസിനെ കുറേയധികം ആൾക്കാർ അദ്ദേഹത്തെ കൊല്ലുകയും ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് ഡോക്ടർ റോബിൻസൺ മാറുകയും ചെയ്തു. ഇന്ന് ലക്ഷക്കണക്കായിട്ടുള്ള തീർത്ഥാടകരാണ് കുരിശുമലയിലേക്ക് കടന്നു വരുന്നത്. ഒറ്റയടി പാതയിലൂടെ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകുന്ന തീർത്ഥാടക സഹോദരങ്ങളുടെ ത്യാഗത്തോടുകൂടിയുള്ള യാത്രയും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും ഇന്ന് തെക്കൻ കുരിശുമലയെ ലോകത്ത് തന്നെ വലിയൊരു അതിശയത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും മലയായിട്ട് മാറ്റുന്നു. ഇന്ന് തെക്കേ ഇന്ത്യയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് തെക്കൻ കുരിശുമല. അരനൂറ്റാണ്ടിലെ കുരിശുമല തീർത്ഥാടന ചരിത്രത്തിൽ ഒട്ടേറെ വൈദികരും അനേകം അൽമായ സഹോദരങ്ങളും വഹിച്ച പങ്ക് വളരെ നിസ്തുലമാണ്. ബെൽജിയം സ്വദേശിയായ
ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റിനൊപ്പം കുരിശു നാട്ടാനായി സഹായിയായി പോയ സത്യനേശൻ ഉപദേശി കുരിശുമലയെക്കുറിച്ച് വാചാലനാകുന്നു. 2-3 ദിവസത്തെ പരിശ്രമം കൊണ്ടാണ് പോയിട്ടാണ് 4ാമത്തെ ദിവസമാണ് അവിടെ ചെന്ന് പോകാൻ സാധിച്ചത്. 4 ദിവസം ഒരുമിച്ചല്ല യാത്ര ചെയ്തത്. കുറച്ച് ദൂരം പോയിട്ടാണ് പിന്നെ തിരിച്ചു പോകും, പിന്നെ ക്ഷീണിക്കും. രണ്ടാമത് പിന്നീട് അതിൻ്റെ കുറച്ചുകൂടെ പോകും, അവിടെ നിന്ന് തിരിച്ചു വരും. അവിടെ നിന്ന് പിന്നെ മൂന്നാമത് അതൊരു കുറച്ച് ദൂരം കൂടെ പോകും. അങ്ങനെ പോയി 4ാമത്തെ ദിവസമാണ് ഇന്ന് കുരിശിരിക്കുന്ന സ്ഥലത്തിൽ അദ്ദേഹം ചെന്നിരുന്നത്. ഞാൻ 15 വർഷത്തോളമായി ഇവിടുത്തെ തീർത്ഥാടന കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളോടുകൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഈ 15 വർഷമായിട്ട് ഈ മലമുകളിലേക്ക് കടന്നു വരുന്ന ഒത്തിരിയേറെ പേരെ കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളും ദുഃഖങ്ങളും ഇറക്കി വെച്ച് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ അതിലെ ഒരു വ്യക്തിയായി തീരാൻ എനിക്ക് കഴിഞ്ഞു. എനിക്കുണ്ടായ ഒരു വലിയൊരു അപകടം, കാരണം അന്ന് ഇവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ തിരിച്ചു വിട്ടതാണ്. എൻ്റെ തലയുടെ ഈ ഭാഗമൊക്കെ പൊട്ടി ഓരോ ഹോസ്പിറ്റലിലും ആരും അതെടുക്കാൻ തയ്യാറായില്ല. അവിടെ പോയപ്പോഴെല്ലാം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ഈ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല, ഇനി എന്തെങ്കിലും മിറക്കിൾ സംഭവിക്കണം ഈ വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി. അന്ന് രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കൂടുതലായി ഓർമ്മയൊന്നുമില്ല അതുവരെയും. അപ്പം ആ സമയത്തുള്ളിലൊരു ഓർമ്മ ചെറുതായിട്ടുണ്ടായി, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെന്നുള്ള ബോധ്യം അപ്പോഴാണ് എനിക്കുണ്ടാകുന്നത്. പെട്ടെന്ന് പ്രാർത്ഥിച്ചു, ഈശോയെ എൻ്റെ കുഞ്ഞുങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ എൻ്റെ ആയുസ്സിനെ എനിക്ക് തിരിച്ചറിഞ്ഞ് കുരിശുമലയോട് കൂടെ ചേർന്നേന്ന് എൻ്റെ ജീവിതകാലം അത്രയും എങ്ങനെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും അതുപോലെ ഞാൻ പ്രവർത്തിക്കുമെന്നൊരു നേർച്ച നേർന്നു. പക്ഷേ ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു 2 മണിക്കൂറിനകം വെച്ച് ആ സ്റ്റേജ് എല്ലാം മാറി. ഇന്ന് എനിക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഞാൻ വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. അപ്പോൾ അതോടുകൂടെ എൻ്റെ ഈ വളർച്ചയ്ക്കെല്ലാം കാരണമായത് ഈ തീർത്ഥാടന കേന്ദ്രം തന്നെയാണ്. കുരിശുമലയുടെ മുകളിൽ നിന്ന് ദർശിക്കാവുന്ന നീലാകാശവും പച്ചപ്പട്ട് പുതച്ച അടിവാരവും ഹരിതഭംഗി തുളുമ്പുന്ന മലയോരങ്ങളും ചിറ്റാർ നെയ്യാർ തുടങ്ങി ജലാശയങ്ങളും തീർത്ഥാടക മനസ്സുകളിൽ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് അത്ഭുതമുണർത്തുന്നു. മുറിവേറ്റ മനസ്സുമായി എത്തുന്ന തീർത്ഥാടകർക്ക് ദിവ്യകുരിശ് സാന്ത്വനമേകുന്നു. ആബാലവൃത്തം ജനങ്ങൾക്ക് ആശ്വാസ കേന്ദ്രമായി അവർക്ക് ഈശ്വരാനുഗ്രഹം പകർന്നു നൽകുന്ന കുരിശുമല ഇനിയും ജനലക്ഷങ്ങളുടെ അഭയകേന്ദ്രമായി മാറട്ടെ.